ആലുവയ്ക്കും പുക്കാട്ടുപടിക്കും മിഡിലായിട്ട് കുഞ്ചാട്ടുകര എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ആലുവയിലേക്ക് 6 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. മെയിൻ ബസ് റൂട്ടിലേക്ക് 250 മീറ്ററാണ് ദൂരമുള്ളൂ. ഇവിടുന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 11 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. എടപ്പള്ളിയിലേക്ക് 12 കിലോമീറ്ററോളം ദൂരം വരുന്നുണ്ട്. രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 2.5 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. തൊട്ടടുത്തായിട്ട് നമുക്ക് ഇൻ്റർനാഷണൽ സ്കൂളുകളുണ്ട്. അതായത് കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്കൂളും അതുപോലെ ചാറ്ററും തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ നല്ല സ്കൂളുകളും നല്ല ആരാധനാലയങ്ങളൊക്കെ ഉള്ള നല്ലൊരു ഏരിയയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 3 സെൻറ്റ് 100 ലിങ്സ് ലാൻഡ് ഏരിയയിൽ 1620 സ്ക്വയർ ഫീറ്റിൻ്റെ 3 BHK കൂടിയാണ്. നമുക്കിനി ഈ വീടിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം. മനോഹരമായുള്ളൊരു കളർ തീമിലാണ് ഇതിൻ്റെ എലിവേഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിനോട് ചേരുന്ന രീതിയിൽ മതിലിന് കളർ പാറ്റേൺ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സ്റ്റോൺ വർക്ക് വരുന്നുണ്ട്. ഇവിടെ മേലെയായിട്ട് പ്ലാന്റർ ബോക്സോട് കൂടി തന്നെയാണ് മതിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നേരെ നമുക്ക് കോമ്പൗണ്ടിലേക്ക് വരാം. ഗേറ്റ് സ്ലൈഡിങ് ഗേറ്റാണ് കൊടുത്തുള്ളത്. വീതിയുള്ള ഗേറ്റ് ആയതുകൊണ്ട് തന്നെ വലിയൊരു വാഹനം നമുക്ക് ഈസി ആയിട്ട് അകത്തേക്ക് കയറ്റാൻ പറ്റും. ഇങ്ങനെ സ്ലൈഡ് ചെയ്തിട്ട് നമുക്ക് അകത്തേക്ക് കയറാം. അപ്പം ഇവിടെയായിട്ടാണ് നമുക്ക് പോർച്ച് വന്നുള്ളത്. വലിയൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. വശങ്ങളിൽ നടക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് പവർ പോയിന്റ് വരുന്നുണ്ട്. ഇലക്ട്രിക് വാഹനങ്ങളാണെങ്കിൽ നമുക്കത് ചാർജ് ചെയ്യാവുന്നതാണ്. ഈ ഭാഗത്തായിട്ടാണ് ഇതിന് കിണർ വന്നുള്ളത്. കിണറും ടെക്സ്റ്റ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല വെള്ളം കിട്ടുന്ന ഏരിയയും കൂടിയാണ്. പ്ലാന്റ്സുകൾ ധാരാളം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താഴെ പായിരിക്കുന്നത് കടപ്പാക്കല്ലും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ്. നേരെ നമ്മൾ വീടിനകത്തേക്കാണ് കയറാൻ പോകുന്നത്. സിറ്റ് ഔട്ട് വന്നിരിക്കുന്നത് കിഴക്കോട്ട് ഫേസ് ചെയ്യുന്ന രീതിയിലാണ്. സ്ട്രെയിറ്റ് ആയിട്ടാണ് സിറ്റ് ഔട്ട് കൊടുത്തിട്ടുള്ളത്, ഗ്രാനൈറ്റിൽ തന്നെ. വീടിൻ്റെ ദർശനം വന്നിരിക്കുന്നത് കിഴക്കോട്ടാണ്. അതായത് 2 പീസ് ഡോറാണ് വന്നുള്ളത്. നല്ല മരത്തിൽ തന്നെയാണ് ഈ ഡോറ് കൊടുത്തിട്ടുള്ളത്. ട്രഡീഷണൽ ആയിട്ടുള്ള 2 പീസ് ഡോറാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. നേരെ അകത്തേക്ക് വരാം. സാമാന്യം സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിങ് സ്പേസ് ആണ്. ഒരു സൈഡിൽ കട്ടനൊക്കെ ചെയ്തിട്ടുണ്ട്. ഫുൾ പാനൽ ചെയ്തിരിക്കുകയാണ്. ഈ ഭാഗം വരുന്നത് സൗത്ത് സൈഡും ഇത് ഈസ്റ്റ് സൈഡുമാണ്. പെർഗോളാസ് വന്നിട്ടുണ്ട്. ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും ഫാനും ഒക്കെ ഉണ്ട്. മനോഹരമായിട്ടുള്ള സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. വലിയൊരു TV ആണെങ്കിൽ നമുക്കിവിടെ ഹാങ് ചെയ്യാവുന്നതാണ്. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ LED ലൈറ്റ് വരുന്നുണ്ട്. സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഒരു സൈഡിൽ ഫൈബർ ലാമിനേഷൻ വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ TV സ്പേസ് ഭംഗിയായിട്ട് ഒരുക്കി കഴിഞ്ഞു. നേരെ ഡൈനിങ്ങിലേക്ക് വരാം. ഈ ഭാഗത്തായിട്ടാണ് ഡൈനിങ് സ്പേസ് കൊടുത്തിട്ടുള്ളത്. 6 ചെയറിൻ്റെയോ 4 ചെയറിൻ്റെയോ ഈസി ആയിട്ട് വീഴുന്ന രീതിയിൽ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡിൽ പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും മനോഹരമായിട്ടാണ് ഫാൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുള്ളത്. ഒരു സൈഡിൽ മാറി ഒതുങ്ങിയിട്ടാണ് വാഷ് കൗണ്ടർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ളൊരു ടാപ്പും വാഷ് കൗണ്ടറും ഒക്കെ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇൻവെർട്ടർ വയ്ക്കാനായിട്ട് സ്റ്റെയറിനടിയിലാണ് സ്പേസ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള സ്പേസും കൂടി ഉണ്ട്. ഒരു കോർട്ട്യാർഡായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. ഇങ്ങനെ നോർത്ത് വെസ്റ്റ് കോർണറും കൂടിയാണ്. പേവിങ്ങിനായിട്ട് ബാംഗ്ലൂർ സ്റ്റോൺ കൊടുത്തിട്ടുണ്ട്. താഴെ റിവർ സ്റ്റോണൊക്കെ വിരിച്ചിട്ടുണ്ട്. സൈഡിൽ വേണമെന്നുണ്ടെങ്കിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാം. വേണമെങ്കിൽ ഒരു ഫൗണ്ടൻ കൊടുക്കാനുള്ള സ്പേസ് നമുക്ക് ഇവിടെ ഉണ്ട്. ഇപ്പം ഭംഗിയായിട്ട് കോർട്ട്യാർഡ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് വരാം. കിച്ചൺ വന്നിരിക്കുന്നത് നോർത്ത് ഈസ്റ്റ് കോർണറിലാണ്. ഈസ്റ്റിലേക്ക് ഹുഡും ഹോബും വയ്ക്കാവുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ഈസ്റ്റ് സൈഡിൽ 2 പാളി ജനലാണ് വന്നുള്ളത്. നോർത്ത് സൈഡിൽ 3 പാളി ജനലും വന്നിട്ടുണ്ട്. നാനോ വൈറ്റ് ഗ്രാനൈറ്റ് കൊടുത്തിരിക്കുകയാണ് മേലെ. മാത്രമല്ല ക്വാളിറ്റി ഉള്ളൊരു സിങ്ക് വരുന്നുണ്ട്. ഒരു ടാപ്പാണ് വന്നുള്ളത്. വേണമെങ്കിൽ നമുക്കിവിടെ ഒരു മിക്സർ വെക്കാവുന്നതാണ്. സ്റ്റോറേജ് സ്പേസ് ധാരാളം കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കളർ പാറ്റേണും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. മേലെ ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫാൾ സീലിംഗ് വർക്കൊക്കെ ചെയ്ത് ഭംഗിയായിട്ടാണ് കിച്ചൻ്റെ മേലും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി കിച്ചണിൽ ഇറങ്ങുന്ന ഭാഗം വന്നിരിക്കുന്നത് നോർത്ത് സൈഡിലാണ്. ഈ സ്പേസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ഇതിൻ്റെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. ബെഡ്റൂം വന്നിരിക്കുന്നത് സൗത്ത് വെസ്റ്റ് കോർണറിലാണ്. ഓൾറെഡി ഒരു ഓഫീസ് റൂമായിട്ട് അവർ യൂസ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ നീളം വരുന്നത് ഏകദേശം ഒരു 12 അടി നീളവും 11 അടി വീതിയും വന്നിട്ടുണ്ട്. കബോർഡ് വന്നിട്ടുണ്ട്. മിറർ വന്നിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും ഫാനും വന്നിട്ടുണ്ട്.
അപ്പോൾ ബെഡ്റൂമിൻ്റെ സ്ഥാനം വന്നിരിക്കുന്നത് സൗത്ത് വെസ്റ്റ് കോർണറിലാണ്. ഇനി ബാത്റൂമിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ക്യൂട്ടായ ഒരു വാഷ് ബേസിൻ, മിറർ, ലൈറ്റ്, സിംഗിൾ പീസ് ക്ലോസറ്റ്, ഷവർ പാനലൊക്കെ കിട്ടിയിട്ടുണ്ട്. മേലെ ഹീറ്റർ പോർഷനും കൊടുത്തിട്ടുണ്ട്. ഒരു കളർ പാറ്റേണിൽ മാറ്റം വന്നിട്ടുണ്ട്. ഫൈബർ ഡോർ തന്നെയാണ് ഇതിന് വന്നുള്ളത്. അപ്പോൾ താഴെ ഒരു ബെഡ്റൂം നമ്മൾ കണ്ടു. ഇനി മേലേക്ക് കയറുകയാണ്. സ്റ്റെയർ വന്നിരിക്കുന്നത് ഗ്രാനൈറ്റും ടൈലും കൂടി മിക്സ് ചെയ്തിട്ടാണ്. പ്രൊഫൈൽ വാം ലൈറ്റ് ബീഡിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഭിത്തി വന്നിരിക്കുന്നത് വെസ്റ്റ് സൈഡിലാണ്. 4-way ലൈറ്റ് വരുന്നുണ്ട്, പെർഗോള വരുന്നുണ്ട്, ഒരു സിമെൻറ്റ് ടെക്സ്ചർ വർക്കൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഇതിന് മേലെയും പെർഗോള കൊടുത്തിട്ടുണ്ട്. നാച്ചുറൽ ലൈറ്റ് അകത്തേക്ക് വീഴുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഏരിയ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഫാസിയിലേക്ക് മനോഹരമായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബ്ലൈൻഡ്സ് കട്ടനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നേരെ ബെഡ്റൂമിലേക്ക് വരാം. ഒരു ബെഡ്റൂം, മാസ്റ്റർ ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഭാഗത്തേക്ക് ഹെഡ് റെസ്റ്റൊക്കെ വച്ചിട്ടുണ്ട്. ബെഡ് കോട്ടൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്തിരിക്കുകയാണ്. മേലെ മനോഹരമായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും ഫാനും ഒക്കെ വരുന്നുണ്ട്. ഈ ഭാഗത്ത് ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 12 അടി നീളം 11 അടി വീതിയുള്ള ബെഡ്റൂം കൂടിയാണ്. ബാത്ത് അറ്റാച്ച്ഡ് റൂമാണ്. നേരെ നമ്മളിതിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോവാണ്. സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ്. ഏകദേശം ഒരു 13 അടി നീളവും 11 അടി വീതിയും വന്നിട്ടുണ്ട്. ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാത്റൂം ഒന്ന് ചെക്ക് ചെയ്യാം. വെറ്റ് ഡ്രൈ പ്രിൻസിപ്പിൾ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയൊരു ക്ലോസറ്റ് വന്നിട്ടുണ്ട്. നല്ലൊരു വാഷ് ബേസിൻ, മിറർ, ലൈറ്റ്, ഇവിടെയായിട്ട് ഡയവേറ്റർ വന്നിട്ടുണ്ട്. റെയിൻ ഷവർ, ഹീറ്ററിൻ്റെ പോയിൻ്റൊക്കെ മേലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബാത്റൂം കിട്ടി. താഴെ മാറ്റ് ടൈല്, ഭിത്തിയും മാറ്റ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ബെഡ്റൂമിൽ നിന്ന് നമുക്കൊരു ബാൽക്കണി കൂടി കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ടിലൊരു ജാളി ഡിസൈനായി കൊടുത്തിട്ടുണ്ട്. ഹാൻഡിൽ വന്നിട്ടുണ്ട്. റൗണ്ട് ഷേപ്പിലുള്ള ഡിസൈൻ വന്നിട്ടുണ്ട്. ടെക്സ്റ്റ് വർക്ക് വരുന്നുണ്ട്. മേലെ ഫൈബർ ലാമിനേഷൻ വർക്കും ഒക്കെ വന്നിട്ടുണ്ട്. നല്ലൊരു പ്ലാൻസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഭംഗിയുള്ളൊരു ബാൽക്കണി നമുക്കിവിടെ കിട്ടി. ഇനി നമ്മളിതിൻ്റെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് വരുന്നത്. യൂട്ടിലിറ്റി വരുന്നത് കിച്ചന് മേലെയായിട്ടാണ്. ഇതും കവർ ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്ത് നമുക്ക് ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പവർ പോയിന്റ്, വാട്ടർ പോയിന്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അലക്കി വിരിച്ചിട്ടാണ് ഈ സ്പേസ് തന്നെ ധാരാളമാണ്. ഇനി ഓപ്പൺ ടെറസിലേക്ക് കയറണമെങ്കിൽ ലാഡർ കൊടുത്തിട്ടുണ്ട്. അതും സ്ക്വയർ ട്യൂബിലാണ് ചെയ്തിട്ടുള്ളത്. കൈ പിടിച്ച് കയറാവുന്ന രീതിയിൽ സ്പേസും നമുക്ക് ഇവിടെയുണ്ട്. അപ്പോൾ മനോഹരമായുള്ളൊരു വീടിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. 3 സെൻറ്റ് 100 ലിങ്ക്സ് ലാൻഡ് ഏരിയയിൽ 1620 സ്ക്വയർ ഫീറ്റിൻ്റെ 3 BHK ആണ് നമ്മളിപ്പോൾ കണ്ടത്. മനോഹരമായിട്ട് ഇൻറ്റീരിയർ വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട്. ജംഗ്ഷനോട് വളരെ അടുത്തായിട്ടുള്ളൊരു വീടും കൂടിയാണ്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് 65 ലക്ഷം രൂപയാണ്. അതും ചോദിക്കുന്ന റേറ്റാണ്, വില നെഗോഷ്യബിളുമാണ്. എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. ഈ വീടിൻ്റെ വീഡിയോ എൻ്റെ ഇഷ്ടമാണെങ്കിൽ, വീടെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മടിക്കാതെ കോൺടാക്ട് ചെയ്യുക. ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം.